കുറച്ച് കാശ് കൂടുതൽ കിട്ടിയപ്പോൾ ഐറ്റം ഡാൻസ് ചെയ്യാം എന്നായല്ലേ? കാശ് കിട്ടിയാൽ നിലപാടിലൊന്നും ഒരു കാര്യവുമില്ലല്ലേ? അവസരമൊക്കെ കുറവാണല്ലേ? വസ്ത്രത്തിന്റെ നീളമൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലോ. നടി രജിഷ വിജയന്റെ ഐറ്റം ഡാൻസ് വീഡിയോയുടെ താഴെ വരുന്ന ചില കമന്റുകളാണിത്. ഈ പറയുന്ന ആളുകൾ കുറച്ച് കൂടുതൽ കാശ് കിട്ടിയാൽ പോയി ഐറ്റം ഡാൻസ് കളിക്കുവോ? ഈ ഐറ്റം ഡാൻസ് കളിക്കുന്നവർക്കൊക്കെ കാശ് വെറുതെ കൊടുക്കുന്നതാണോ? ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ ഈ ഐറ്റം ഡാൻസ്? അതിന് ടാലന്റും കോൺഫിഡൻസും ഒന്നും ആവശ്യമില്ലേ? ഇനി ലോകത്ത് ആദ്യമായി ഐറ്റം ഡാൻസ് ചെയ്യുന്ന മലയാളിയാണോ രജിഷ വിജയൻ? അതുപോലെ ട്രോളിന് ആസ്പദമായ വീഡിയോ ഇന്റർവ്യൂ നിങ്ങളിൽ എത്ര പേർ മുഴുവനായി കണ്ടിട്ടുണ്ട്? ഈ അഭിമുഖത്തിൽ തന്നെ രജിഷ വിജയൻ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കോൺഫിഡൻസും ഐറ്റം ഡാൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആങ്കർ ചോദിക്കുമ്പോൾ തന്റെ ശരീരം കാണിക്കാത്ത ഡ്രസ്സ് മാത്രമേ താൻ ഇടൂ എന്നല്ല പറയുന്നതെന്നും, കൈ കാണിക്കുന്നത് കൊണ്ടോ വയറ് കാണിക്കുന്നത് കൊണ്ടോ തനിക്ക് പ്രശ്നമില്ലെന്നും, ഇടുന്ന വസ്ത്രം തനിക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം, വൾഗർ ആയിരിക്കരുത് എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നും രജിഷ പറയുന്നുണ്ട്. അത്തരം രംഗങ്ങൾ ഗ്രേസ്ഫുള്ളായും ബ്യൂട്ടിഫുള്ളായും ഏസ്തെറ്റിക്കലായും ഷൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ തനിക്ക് കുഴപ്പമില്ലെന്നും രജിഷ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തന്റെ ബോഡി ടൈപ്പിന് ചേരുന്നതും തന്നെ കണ്ടാൽ വൃത്തിയുണ്ട് എന്ന് തോന്നിക്കുന്നതുമായ ഏത് വസ്ത്രവും ധരിക്കാൻ താൻ തയ്യാറാണെന്നും, അത് സിനിമയുടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തനിക്ക് മടിയില്ലെന്നും ഇതേ ഇന്റർവ്യൂവിൽ തന്നെ രജിഷ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ അഭിമുഖം പൂർണ്ണമായി കണ്ടിട്ടുള്ള ആളുകളുടെ എണ്ണം യൂട്യൂബിൽ നോക്കിയാൽ അത് വെറും 5000-ൽ താഴെയാണ്. എന്നാൽ ട്രോളായി കട്ട് ചെയ്തു വന്നിരിക്കുന്ന ഭാഗം മാത്രം കണ്ടിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് രജിഷ വിജയൻ പറഞ്ഞ കാര്യത്തിന്റെ പൂർണ്ണമായ അർത്ഥം ആളുകൾക്ക് മനസ്സിലാകാതെ പോയിട്ടുള്ളത്. ഒരുപക്ഷെ മുഴുവൻ ഇന്റർവ്യൂ കണ്ടാൽ പലർക്കും രജിഷയെ ട്രോൾ ചെയ്തത് അനാവശ്യമായിരുന്നു എന്ന് തോന്നിയേക്കാം. ഇതേ കാര്യം തന്നെ ചിത്രത്തിന്റെ സംവിധായകനായ കൃഷാന്തും പറഞ്ഞിട്ടുണ്ട്. രജിഷ വിജയന്റെ ഐറ്റം ഡാൻസ് ചെയ്യില്ല എന്ന വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മസ്തിഷ്ക മരണം എന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് ഈ ഡാൻസ് വന്നിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നടീനടന്മാരോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന മനുഷ്യ നടിക്ക് വരുന്ന കഷ്ടപ്പാടുകളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിനിമയുടെ സ്ക്രിപ്റ്റിൽ ഈ ഗാനത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്നും, ക്യാപിറ്റലിസം സ്ത്രീയുടെ ശരീരത്തെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗാനരംഗം ഒരുക്കിയിരിക്കുന്നത് എന്നും, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇക്കാര്യം രജിഷയ്ക്ക് ബോധ്യമായതുകൊണ്ടാണ് ഐറ്റം ഡാൻസ് ചെയ്യാൻ തയ്യാറായതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് വൈറലായ ഈ ട്രോളുകൾ വന്നിട്ടുള്ള അഭിമുഖത്തിൽ രജിഷ വിജയനും പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ട്രോളിന്റെ ഭാഗങ്ങൾ മാത്രം കണ്ട് രജിഷയെ ജഡ്ജ് ചെയ്തവരാണ് കൂട്ടത്തിൽ കൂടുതലും. ഐറ്റം ഡാൻസ് നല്ലതോ ചീത്തയോ എന്ന വിഷയത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടൊരു മലയാളി നടി ഐറ്റം ഡാൻസ് ചെയ്താൽ വിമർശനം നേരിടുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. പ്രത്യേകിച്ച് നാടൻ വേഷത്തിൽ മാത്രം നമ്മൾ കണ്ടുപരിചയിച്ച നടിമാർ ഐറ്റം ഡാൻസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കല്യാണി പ്രിയദർശനും ഇതേ രീതിയിൽ വിമർശനം നേരിട്ടിരുന്നു. ലോക പോലൊരു സിനിമ ചെയ്തതിനു ശേഷം കല്യാണി ഐറ്റം ഡാൻസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതായിരുന്നു അന്ന് നേരിട്ട വിമർശനം. ഇതേ ഗാനരംഗത്ത് ഒപ്പം ഡാൻസ് ചെയ്ത കൃതി ഷെട്ടിക്ക് ഈ വിമർശനങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല എന്നതാണ് ഇതിലെ വിരോധാഭാസം. കല്യാണിയെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത് എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു വലിയ കൂട്ടം ആളുകളെ കമന്റ് ബോക്സിൽ അന്ന് കണ്ടു. എന്നാൽ രജിഷ വിജയന്റെ കാര്യത്തിൽ പൂർണ്ണമായും കമന്റ് ഇടുന്നവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം മുൻപ് നൽകിയ അഭിമുഖത്തിൽ താൻ ഒരിക്കലും ഐറ്റം ഡാൻസ് ചെയ്യില്ലെന്നും, അത് വുമൺ ഒബ്ജക്റ്റിഫിക്കേഷൻ ആണെന്നും, സ്ത്രീ ശരീരം മോശമായി കാണിക്കുന്ന ആംഗിളുകളിലൂടെ ഷൂട്ട് ചെയ്യുന്നതിന് താൻ എതിരാണെന്നുമൊക്കെ രജിഷ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ അവെയർ ആയിരിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ എനിക്ക് ഐറ്റം ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ലെന്നോ, ഐറ്റം ഡാൻസിനോട് വലിയ താല്പര്യമില്ലെന്നോ, ഇപ്പോഴത്തെ തൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഐറ്റം ഡാൻസ് നല്ലതല്ല എന്നോ ആയിരുന്നു പറഞ്ഞതെങ്കിൽ ഇത്രയും രൂക്ഷ വിമർശനം രജിഷ വിജയൻ നേരിടേണ്ടി വരില്ലായിരുന്നു. കാരണം അന്നത്തെ നിലപാട് മാത്രമാണ് അവർ പറയുന്നത് എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടേനെ. പക്ഷേ ഐറ്റം ഡാൻസിന് താൻ പൂർണ്ണമായും എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഡാൻസ് വീഡിയോ വന്നപ്പോൾ ഇന്റർവ്യൂ കട്ടും സ്വാഭാവികമായും വൈറലായി. അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയുടെ രീതി അതാണ്. വീഡിയോ മുഴുവൻ കണ്ടു മനസ്സിലാക്കാനൊന്നുമുള്ള ക്ഷമ കൂടുതൽ ആളുകൾക്കുമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ആ സമയത്തെ നമ്മുടെ കാഴ്ചപ്പാടായി മാത്രം അതിനെ അഡ്രസ്സ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ.
അല്ലെങ്കിൽ നാളെ നമ്മുടെ നിലപാട് മാറിയാലോ മറ്റേതെങ്കിലും രീതിയിൽ പെരുമാറിയാലോ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുക എന്നത് രജിഷ വിജയന്റെ ഈ വിഷയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തമന്നയും നോറ ഫത്തേഹിയും ഒക്കെ ഐറ്റം ഡാൻസ് ചെയ്യുമ്പോൾ അതിന് താഴെ പോയി അടിപൊളി എന്ന് കമന്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് മലയാളത്തിൽ നിന്നൊരു നടി ഇതേ കാര്യം ചെയ്യുമ്പോൾ വിമർശിക്കുന്നത്. ഇതേ സമയം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, നന്നായി ഡാൻസ് ചെയ്യാനുള്ള കഴിവ് ഐറ്റം ഡാൻസ് ചെയ്യുന്ന വ്യക്തിക്ക് വേണം. മറ്റൊന്ന്, സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള കോൺഫിഡൻസ് ആണ്. സമീപകാലത്ത് രജിഷ വിജയൻ തന്റെ മേക്ക് ഓവർ വീഡിയോ ഒക്കെ പങ്കുവച്ചത് വൈറലായിരുന്നു. നന്നായി അധ്വാനിച്ച് തന്റെ ശരീരം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഷനിലേക്ക് മാറ്റിയതിന്റെ ഹാർഡ് വർക്ക് കൂടി ഇവിടെ അഭിനന്ദിക്കപ്പെടേണ്ടതുണ്ട്. ആ കോൺഫിഡൻസ് ആ ഡാൻസിൽ രജിഷയുടെ മുഖത്തും ശരീരത്തും നമുക്ക് കാണാൻ സാധിക്കും. ഐറ്റം ഡാൻസ് വളരെ ചലഞ്ചിങ് ആണെന്നും ശരീരപ്രദർശനം എന്നതിലുപരി ഗ്രേസ്ഫുൾ ആയി അത് അവതരിപ്പിക്കുക എന്നത് കഠിനമാണെന്നും ഒട്ടുമിക്ക നടിമാരും പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ മലയാള സിനിമയുടെ കാര്യം നോക്കിയാൽ ഐറ്റം ഡാൻസ് പുതിയതായി വന്ന കാര്യമൊന്നുമല്ല. കല്യാണിയെയും രജിഷയെയും ഒക്കെ വിമർശിക്കുന്നവരോട് ഇത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. വിമർശിക്കുന്നവർ നല്ല ഭാഷയിൽ വിമർശിക്കുക എന്നത് മാത്രമേ അവരോട് പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് സംസാരിച്ചാലും അതിൻ്റെ ഏതെങ്കിലും ഒരു കോപ്പി തെളിവായി ചുറ്റിക്കറങ്ങുന്നുണ്ടാകും. കാലം കടന്നു പോകും തോറും ഓരോ മനുഷ്യരുടെയും കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും തീരുമാനങ്ങളിലും ശരിതെറ്റുകളിലും ഒക്കെ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലെ മാറ്റങ്ങളും നമുക്കുണ്ടായ അനുഭവങ്ങളും ഒന്നും മറ്റൊരാൾക്കും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലൊരു കാര്യം പറഞ്ഞു പോയതുകൊണ്ട് അതിനെതിരായ പ്രവൃത്തി ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഓരോ കാര്യത്തെയും വിമർശിക്കണോ വേണ്ടയോ എന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അഭിപ്രായം പറയാൻ താല്പര്യമുള്ളവർക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. പക്ഷെ ഒരാളെ വിമർശിക്കുമ്പോൾ അത് സഭ്യമായി വിമർശിക്കുക എന്നതും അവരുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യാതെ കമന്റ് ചെയ്യുക എന്നതുമൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. അവസരം കുറഞ്ഞതുകൊണ്ടാണ് വസ്ത്രത്തിന്റെ നീളം കുറഞ്ഞത് എന്ന കമന്റൊക്കെ ഒട്ടുമിക്ക നടിമാരുടെയും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളിലെ ഫോട്ടോകളുടെ കമന്റ് ബോക്സിൽ സ്ഥിരമായി കാണുന്നതാണ്. നമുക്ക് നേരിട്ട് അറിയുക പോലുമില്ലാത്ത, ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത വ്യക്തിയെക്കുറിച്ചാണ് ഓരോ കമന്റും എഴുതി വിടുന്നതെന്ന് പലരും ഓർക്കാറില്ല. രജിഷ വിജയനെതിരെ വന്ന പല കമന്റുകളും വേണമെങ്കിൽ അവർക്ക് സൈബർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. അതുപോലും മനസ്സിലാക്കാൻ ഈ കമന്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരിക്കൽ പറഞ്ഞുപോയ ഒരു അഭിപ്രായത്തിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും അതിനനുസരിച്ച് മാത്രം ജീവിക്കണമെന്നുള്ളത് നടക്കുന്ന കാര്യമല്ലെന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ 15-ാം വയസ്സിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും നിലപാടുകളുമാണോ ഈ പ്രായത്തിൽ നമുക്കുള്ളതെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ തന്നെ ഇക്കാര്യം മനസ്സിലാകും. പലപ്പോഴും പബ്ലിക്കായി നമ്മൾ അഭിപ്രായം പറയാത്തത് കൊണ്ട് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരുന്നില്ല എന്ന് മാത്രം. എന്നാൽ രജിഷയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുണ്ടായിരുന്നത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതും ഇവിടെ ഒരു പ്രശ്നമാണ്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും കമന്റ് ഇടുന്നവർ ഭാഷ സൂക്ഷിക്കുക എന്നതാണ് പറയാനുള്ളത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.